Assalamualaikum warahmatullah. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahabatihi wa man wala wa ba'd. ബഹുമാന്യരെ, ആദരണീയരായ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ചില ചരിത്ര സംഭവങ്ങൾ കൊണ്ടുവരികയാണ്. അതിലൂടെ ഇൻഷാ അല്ലാ ഇവിടെ നമ്മൾ മനസ്സിൽ കോരേണ്ട വിഷയം ഉണർത്തുവാനാണ് ആമുഖമായി ഈ ചരിത്രങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിൽ അന്നത്തെ യാത്രാ വാഹനങ്ങളിലൊന്നായ ഒരു കോവർ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു തോട്ടത്തിലെത്തി. ആ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ യാത്രാ മൃഗം വിറളി പൂണ്ട് കുതിക്കുവാനും അതിന്മേൽ സഞ്ചരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിയിടുമാറ് അത് പെരുമാറാനും തുടങ്ങി. രംഗം അല്പം പ്രയാസകരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീഴുമോ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ സഹാബികൾ ഒത്തുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹചര്യം വീക്ഷിച്ചു. തിരുദൂതരുടെ മനസ്സിൽ അല്ലെങ്കിൽ തിരുദൂതരുടെ ശ്രദ്ധയിൽ ചില ഖബറുകൾ വരികയാണ്. അവിടെ ചില ഖബറുകൾ കാണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമക്ഷത്ത് വന്നു നിന്ന ആ പുരുഷാരത്തോട് ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബുർ, ഈ ഖബറുകളിൽ അടക്കപ്പെട്ടവരെ കുറിച്ച് ആർക്കാണ് അറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഭൂജാതനായി വളർന്ന പ്രവാചകനാണ്. മദീനയുടെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വശമാകുന്നതേ ഉള്ളൂ. അപ്പോൾ തിരുദൂതരുടെ ചോദ്യം പ്രസക്തമാണ്. മദീന നിവാസികളിൽ ചിലർ പറഞ്ഞു ഞങ്ങൾക്കറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മതാ മാത ഹഉലായി, ഈ ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അടക്കം ചെയ്യപ്പെട്ടവർ എപ്പോഴാണ് മരിച്ചത്? ചിലർ പറഞ്ഞു മാതു അലൽ ഇഷ്റാഖ്, അവർ ബഹുദൈവ വിശ്വാസികളായിരിക്കെ മരണപ്പെട്ടവരാണ്. രംഗം മുതലെടുത്ത് മനസ്സുകളെ പിടിച്ചെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയവരോട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത്തു തുബ്തല ഫീ ഖുബൂരിഹ, സമൂഹം, സമുദായം അവർ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും.
ഫലൗല അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി ലദി അസ്മഉ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ അന്യോന്യം മറമാടുകയില്ലെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഖബറുകളിൽ നടക്കുന്ന ശിക്ഷാമുറകൾ അത് നിങ്ങൾക്ക് കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ആ ഉത്ബോധനം ഏറെ ഹൃദയസ്പൃക്കായിരുന്നു. മനസ്സിൽ തറച്ച ആ ഉത്ബോധനം സഹാബികൾ പ്രചരിപ്പിച്ചു. തൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ഏതാനും ഖബറുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ ചൂണ്ടി സഹാബത്തിനെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഖബറുകൾ കണ്ട തിരുനബിയും അവിടുത്തെ സഹാബത്തും പിന്നീട് ഖബറുകൾ കാണുമ്പോഴും ഖബറുകൾ സന്ദർശിക്കുമ്പോഴും തങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുമാറ് ഫലപ്പെടുമാറ് അവർ ഖബറുകളോട് പെരുമാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലൊരു ഖബറിൻ്റെ അടുത്ത് ചെന്നിരുന്നു. തിരുദൂതരുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. സഹാബത്തിനോട് തിരുദൂതർ ഓതി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമിസ്ലി ഹാദൽ യൗം ഫഅഇദു. ഒരു വ്യക്തി ഖബറിനടിയിൽ മൂടപ്പെട്ടു. ഇതുപോലുള്ള ഒരു നാളെ നമുക്കൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം. അത് കണ്ണീർ വാർത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്തിനെ പ്രോത്സാഹിപ്പിച്ച് കൽപ്പിച്ച് അതിനാലുണ്ടാകുന്ന ഫലവും ഗുണവും പറഞ്ഞു കൊടുത്തു. തുരിഖുൽ ഖൽബ്, ഖബറുകൾ സന്ദർശിക്കുമ്പോൾ ആ സന്ദർശനം ഹൃദയങ്ങളെ ലോലമാക്കും. വതുദ്മിഉൽ ഐൻ, കണ്ണുകളെ കരയിപ്പിക്കും. വതുദക്കിറുൽ മൗത്ത്, മരണത്തെ ഓർമ്മിപ്പിക്കും. വതുദക്കിറുൽ ആഖിറ, പരലോകത്തെയും ഓർമ്മിപ്പിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക മാത്രമല്ല, പ്രയോഗവൽക്കരിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ മഹത്തുക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ അവരൊക്കെ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഖബർ സിയാറത്തിൻ്റെ വിഷയത്തിൽ കാഴ്ചവെച്ചതാണ് നമ്മൾ വായിക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഏറെ ഹൃദ്യം. മൂന്നാം ഖലീഫ ഉസ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിമാരിൽ 2 മഹദികളെ കല്യാണം കഴിച്ച മാന്യദേഹം. ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ഖബറിടം കണ്ടാൽ അദ്ദേഹം വികാരഭരിതനാകും. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറി കണ്ണ് കരഞ്ഞ് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദ്യം, ഖബർ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വികാരഭരിതനായി നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ തൻ്റെ കൂടെയുള്ളവരെ ഉണർത്തി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുകൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങളെ ഉണർത്തിയ
ചില തിരുമൊഴികളുണ്ട്. ആ തിരുമൊഴികൾ ഓർക്കുമ്പോഴാണ് ഈ ഖബർ കാണുമ്പോൾ എൻ്റെ കണ്ണ് കരയുന്നത്, കൽബ് പിടക്കുന്നത്. പരലോകത്തിൻ്റെ ആദ്യ പടിയാണ് ഖബറിടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻ ഫമൻ ലം യൻജ മിൻ ഫമാ ബഅദഹു അശദ്. ഖബർ, അതിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടുമ്പോഴാണ് ശേഷമുള്ള പരലോകവും ഉയർത്തെഴുന്നേൽപ്പും വിചാരണയൊക്കെ എളുപ്പമാകുക. ഖബറിൽ ഒരാൾ പരാജിതനായാൽ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പും പരലോകവും വിചാരണയും ഒക്കെ കടുത്തതും കഠോരവുമായിരുന്നു. അതുകൊണ്ട് ഇവിടെയാണല്ലോ മരണാനന്തരം രക്ഷയുടെ പ്രഥമ ഘട്ടം, ശിക്ഷയുടെ പ്രഥമ സ്ഥാനം. അവിടെ ഞാൻ ആരായിരിക്കും എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇതുപോലെ ചരിത്രങ്ങൾ ധാരാളമാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് നമ്മൾ പല ഖബറുകളും കാണുന്നവരാണ്, സിയാറത്ത് ചെയ്യുന്നവരാണ്. നമുക്കൊക്കെ ഈ ഒരു വിചാരവും വികാരവുമൊക്കെ ഖബറുകളെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകാറുണ്ടോ എന്ന് ആലോചിക്കാൻ ഒന്ന്. എത്രയെത്ര മഹത്തുക്കൾ, പുണ്യാളന്മാർ, മാതാക്കൾ, പിതാക്കൾ, വിശിഷ്ടന്മാർ, അവരൊക്കെ മരണപ്പെട്ടപ്പോൾ 6 അടി മണ്ണ് അവരെ കീഴ്പ്പെടുത്തി. അവരുടെ പരലോകയാത്ര കാണുമ്പോൾ നമുക്കൊരു പരലോക ചിന്തയും മരണചിന്തയും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണമെന്ന ഒരു ബോധവും അത് നമ്മളെ ഭരിക്കുന്നുണ്ടോ, ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. മറ്റൊന്ന്, പല ഖബറുകളും നമ്മൾ കാണാറുണ്ട്. ആ ഖബറുകൾ ഖബറിടങ്ങളാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകാറുണ്ട്. നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്രയിൽ വരെ പല ഖബറിടങ്ങളെയും ഇന്ന മഖാം, ഇന്ന ദർഗ ഷെരീഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആ ഖബറുകൾ കാണുമ്പോൾ മരണചിന്തയും പരലോക ചിന്തയും ഒരാൾക്ക് ഉടലെടുക്കുന്നതിന് പകരം മറ്റു പല ചിന്തകളാണ് ഉടലെടുക്കുക. കാരണം ഏറെ തോരണങ്ങൾ തൂക്കി, പട്ട് വിരിച്ച്, വർണ്ണാഭമായി, നല്ല ലൈറ്റുകളുടെ അകമ്പടിയിൽ, ഉപരിപ്ലവമായി ഏറെ കേമമാണ് ഖബറിടങ്ങൾ പലതും. ആ ഖബറിടങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരുക്കിയ ഖബറിടം പോലുള്ള ഖബറിടങ്ങളല്ല. അന്ന് അവർക്കുണ്ടായിരുന്ന വിചാരങ്ങളും വികാരങ്ങളും സമ്മാനിക്കും വിധമുള്ള ഒരു ഖബറിടങ്ങളായിട്ട് നമ്മൾ കാണുന്നേയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിശിഷ്ടൻ്റെ ജനാസ, മയ്യത്ത് ലഭിച്ച ഒരു ചരിത്രമുണ്ട്. ദാനിയേൽ എന്ന പേരിൽ ഒരു വിശുദ്ധൻ, ദാനിയേൽ പ്രവാചകനാണത് എന്ന് പറയപ്പെടുന്നു. മുസ്ലിം സൈന്യം പേർഷ്യയിലേക്കുള്ള പടയോട്ടം നടത്തി ഹുർമുസാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു ജനാസ സംസ്കരിക്കപ്പെടാതെ നിലനിർത്തിയത് കാണുന്നത്.
ആരുടേതാണ് ഇതെന്ന് ചോദിച്ചപ്പോൾ ഇത് ദാനിയേലിൻ്റേതാണ് എന്ന് പ്രതികരിച്ചു. മുസ്ലിം സൈന്യത്തിന് ഇതൊരു ആദ്യാനുഭവമാണ്. മരണപ്പെട്ടവർ മറമാടപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇത് മറമാടപ്പെടാതെ വച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യത്തിൽ അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമറിന് എഴുതി ഇങ്ങനെ ഒരു വിശിഷ്ടൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെടാത്ത വിധം വച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് ഒരു അറിയിപ്പ്, പകലിൻ്റെ വെട്ടത്തിൽ പല കബറുകൾ കുഴിക്കാൻ പറഞ്ഞു, കുറേ കബറുകൾ കുഴിക്കാൻ പറഞ്ഞു. അങ്ങനെ സഹാബികൾ 13 കബറുകൾ കുഴിച്ച്, ഒരു മയ്യത്താണുള്ളത്, 13 കബറുകൾ. എന്നിട്ട് രാവിൽ ഇരുളിൻ്റെ മറവിൽ ആരും അറിയാത്ത വിധം ഈ കുഴിക്കപ്പെട്ട 13 കബറുകളിൽ ഒരു കബറിൽ ഈ മയ്യത്ത് വെച്ച് മറമാടാനും എല്ലാ കുഴിക്കപ്പെട്ട കുഴികളും കബറുകളും മൂടാനും ആവശ്യപ്പെട്ടു. എവിടെയാണ് ഈ വിശിഷ്ടൻ്റെ ആ ഭൗതിക ശരീരം അടക്കപ്പെട്ടത് എന്നറിയാത്ത വിധം ഖബറുകൾ അടച്ച് അത് ശരിപ്പെടുത്തി. ആർക്കും അറിയില്ല എവിടെയാണ് പിന്നീട് ആ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ടത് എന്നുള്ളത്. ഇത് ഉമറിൻ്റെ ആജ്ഞ നടപ്പിലാക്കി ഒരാളും അതിനെ എതിർക്കാതെയാണ്, ഒരു എതിർപ്പുമില്ലാതെയാണ്, ഒരു വിയോജനക്കുറിപ്പുമില്ലാതെയാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന ആ വിശിഷ്ടൻ പുണ്യാളനാണ്, വിശിഷ്ടനാണ്. അയാളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെ അറിയിക്കുന്ന. പക്ഷേ ആ ഒരു ഭൗതിക ശരീരം ഒരിക്കലും ഒരു ചൂഷണത്തിൻ്റെ വിഭവമായി പിൽക്കാലത്തേക്ക് സമ്മാനിക്കാത്ത വിധം അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവും മുഴുവൻ സഹാബികളും കൈകാര്യം ചെയ്തു. ഖബറിടം കെട്ടി ഉയർത്തിയില്ല, പട്ട് കൊണ്ട് പുതക്കപ്പെട്ടില്ല, നിലവിളക്കുകൾ അവിടെ കത്തിയില്ല, പിന്നെ നേർച്ചകളായി പൂരങ്ങളായി അവിടെ പരിപാടികളൊന്നുമില്ല. എല്ലാം നമ്മൾ ആ ചരിത്രത്തിൽ കേട്ടതുപോലെ മാത്രമാണ് ഉണ്ടായത്. ഈ ചരിത്രം നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ ഖബറിടങ്ങളോടുള്ള ഒരു മുസൽമാൻ്റെ സമീപനങ്ങളും ഖബറിടങ്ങളോട് മുസൽമാന്മാർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സമൂഹം ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന പല പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് ഖബറുകളുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതേപോലെ തന്നെ വഴിപിഴവുകളും മാർഗഭ്രംശനങ്ങളും. വിശ്വാസങ്ങൾ അപകടത്തിലാകുന്ന മഹാപ്രശ്നങ്ങളുണ്ട്. അതേപോലെ സാമൂഹ്യ ച്യുതികളും ധാർമ്മികമായ അധപ്പതനങ്ങളും ശ്മശാനങ്ങളെ കേന്ദ്രീകരിച്ച് പല നിലക്ക് നടക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് പൂർവികരുടെ രീതിശാസ്ത്രത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പലവിധ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഇത്തരം നമ്മുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞും അതേപോലെ തന്നെ മറഞ്ഞും നമ്മൾ കണ്ട പലവിധ കാഴ്ചകൾ
അത്തരം ദുഷിപ്പുകളെല്ലാം അത് വഴിമാറണമെങ്കിൽ, ചികിത്സിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവും അന്ന് ഉമറിനെ എതിർക്കാതെ ഉമർ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വെച്ച അഭിപ്രായ പ്രകടനത്തെ മാനിച്ച് ഒറ്റക്കെട്ടായി സഹാബികളെടുത്ത ഒരു തീരുമാനവും ആ ഒരു തീരുമാനത്തിലേക്കുള്ള മടക്കം അത് നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. മൻഹജ് എന്ന് പറഞ്ഞാൽ രീതിയാണ്, രീതിശാസ്ത്രം. സലഫ് എന്ന് പറഞ്ഞാൽ പൂർവികരാണ്. പൂർവികരുടെ രീതിശാസ്ത്രം എന്ന് പറയുമ്പോൾ ആ പൂർവികരിൽ ഏറ്റവും മുഖ്യന്മാരും മുമ്പന്മാരും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും പ്രവാചക ശിഷ്യന്മാരായിട്ടുള്ള സഹാബികളുമാണ്. അവരുടെ നിലപാടുകൾ, രീതികൾ, അതിലേക്കുള്ള നമ്മുടെ മടക്കവും അന്വേഷണവുമാണ് ഇന്ന് ഉണ്ടാകേണ്ടത്. പ്രശ്നങ്ങൾക്ക് പ്രതിവിധി, പ്രതിസന്ധികൾക്ക് തീർപ്പ്, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്, ഉത്കടമായി ഇച്ഛിക്കുന്ന വിഷയങ്ങളാണ്. എങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അന്ന് നിലപാടുകൾ എന്തായിരുന്നു, ചികിത്സകൾ എങ്ങനെയായിരുന്നു, അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സലഫി മൻഹജ് എന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു പുതിയ പദ്ധതിയും പരിപാടിയുമാണ് എന്ന് ചിലർ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. അതൊരു പുതിയ പരിപാടിയല്ല. പിന്നെയോ അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം അനുസരിച്ച് ദീനിനെ ഉൾക്കൊണ്ട നമ്മുടെ മുൻഗാമികൾ, അതിൽ പ്രധാനികൾ, പ്രമുഖന്മാർ, സഹാബികൾ, അവരെങ്ങനെ വിഷയങ്ങളെ ഉൾക്കൊണ്ടു, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിനെങ്ങനെ അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണവും അതിൻ്റെ ചരിത്രങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം ഇപ്പോൾ കുട്ടികൾ പലരും ഒരു ഷോ എന്ന നിലക്കായിരിക്കാം കയ്യിൽ ഒരു നൂല് കെട്ടും. ചിലർ അത് രക്ഷയാണെന്ന് പറയും, ചിലർ അത് മറ്റ് ചില പരിഗണനകളിൽ, ചിലർക്കത് ഒരേലസായി, ഒരു മന്ത്രമായി, ആ പരിഗണനകളാണ്. ചിലരൊന്നുമല്ല, കൂത്തൊഴുക്കിൽ മൂപ്പരൊരാളാണ്, അപ്പോൾ എല്ലാവരും കെട്ടുമ്പോൾ ഞാനും കെട്ടുക എന്നുള്ള നിലക്കാണ്. എന്തായാലും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സംഘം ആളുകൾ വന്നു. എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു, എല്ലാവർക്കും ഹസ്തദാനം ചെയ്തു, 1 by 1. ഒരാൾക്ക് അടുത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവലിച്ചു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്തില്ല. അപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം, എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് അങ്ങുന്ന് എന്തുകൊണ്ട് ഒരാളിൽ നിന്ന് കൈവലിച്ചു? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അയാളുടെ കയ്യിൽ കണ്ട ഒരു ചരടാണ്, നൂലാണ്, കൈ കൊടുത്തില്ല, അത് അറുത്ത് മാറ്റി പിന്നെയാണ് ഹസ്തദാനം നടന്നത്. അവിടെ എന്തിന് കെട്ടി, നിയ്യത്തെന്ത്, ഉദ്ദേശം എന്ത്, ഇതൊന്നും ചോദിച്ചിട്ടില്ല. അത് ഒരു മുസൽമാന് പറഞ്ഞ ഏർപ്പാടല്ല. ഒരു ഉപദ്രവം നീങ്ങാൻ, ഒരു ഗുണം പ്രതീക്ഷിച്ച് ഒരു ചിന്തയുടെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് മഹാപാപാണ്, വൻ പാപമാണ്, ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൻ തഅല്ലഖ ശൈഅൻ വൂകില ഇലൈഹി, അങ്ങനെ കെട്ടുന്നവരെ അള്ളാഹു കൈയൊഴിക്കും, അവരെ
കെട്ടിയതിലേക്ക് അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്യും. ഫൈൻ മിത് വഹിയ അലൈക് മാ അഫ്ലഹത അബദ, അത് നിൻ്റെ കയ്യിലിരിക്കെ നീ മരിച്ചാൽ ഒരിക്കലും നിനക്ക് വിജയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച സഹാബികൾ അവരിതൊന്നും കെട്ടി നടക്കുന്ന, ഈ ക്ഷുദ്രവസ്തുക്കൾ കെട്ടി നടക്കുന്ന കൗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം സഹാബികളുടെ ചരിത്രത്തിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഒരു രോഗം കാണാൻ പോയി. ഹുദൈഫയുടെ കൂടെ സഹാബികൾ വേറെയുണ്ട്. പനി പിടിച്ച് കിടക്കുന്ന സഹോദരനെ കാണാൻ പോയപ്പോൾ അയാളുടെ കയ്യിലൊരു നൂലാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അത് പൊട്ടിച്ച് ദൂരം മാറ്റി. എന്നിട്ട് പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ അവർ ശിർക്ക് ചെയ്യുന്നവരായിട്ടാണ് വിശ്വസിക്കുന്നത് എന്ന് ഉത്ബോധിപ്പിച്ചു. ഹുദൈഫയുടെ ഈ പെരുമാറ്റം അതെല്ലാവരും ഉൾക്കൊണ്ട് ആരും എതിർത്തില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുക എന്നുള്ളത്. പാട്ടുള്ളതല്ല, അത് അപകടമാണ്. ഹുദൈഫ മനസ്സിലാക്കിയതുപോലെ, സഹാബികൾ ആരും എതിർക്കാതെ മനസ്സിലാക്കിയതുപോലെ ഒരു വിഷയം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു. പൂർവികരായ സച്ചരിതർ ആരും എതിർക്കാത്ത ഒരു വിഷയമാണ് ഇത്. എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്ന് പല മുസ്ലിമീങ്ങളും ഇത്തരം പരീക്ഷണങ്ങളിലാണ്. പലതും കെട്ടി, പലതും ശരീരത്തിൽ ബന്ധിച്ച്, പലരും അന്യമതക്കാരായിട്ടുള്ളവർ കൈകൾ കെട്ടിക്കൊണ്ട് നടക്കുന്നത് പോലുള്ള ചരടുകൾ, നൂലുകൾ, രക്ഷകളൊക്കെ കെട്ടി നടക്കുന്നതിൽ ഒരു ചളപ്പുമില്ലാത്ത സ്ഥിതിവിശേഷം. ഇതൊക്കെ ഉണ്ടാക്കിക്കൊടുക്കുവാൻ പലരും മുസ്ലിം നാമധാരികളായിട്ടുണ്ട്. അതിന് പല കേന്ദ്രങ്ങളുമുണ്ട്. ഇതിനൊരു ചികിത്സ നമ്മളൊക്കെ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്ത് വേണം? നമ്മൾ സലഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതിൽ മുഖ്യന്മാരും മുമ്പന്മാരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ, അവരുടെ മുമ്പിൽ ഇത്തരം സെയിം കേസുകൾ വന്നപ്പോൾ അവരെങ്ങനെയാണ് ഇത് ചികിത്സിച്ചത്, അതിനോടുള്ള അവരുടെ നിലപാട് എന്ത്, അത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതാണ് മൻഹജു സലഫ്, പൂർവികരുടെ മാർഗവും പാതയും. അതാണ് സുരക്ഷിതമായ മാർഗം. എനിക്കത് മതി. അതാണ് സുരക്ഷിതമെങ്കിൽ ഞങ്ങൾക്കത് മതി. അതാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നതായ ധർമ്മം. ഇവിടെ സലഫുകളുടെ പാത, സലഫുകളുടെ രീതിശാസ്ത്രം എന്നൊക്കെ പ്രസംഗങ്ങളിൽ നമ്മൾ പലപ്പോഴും കേൾക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അവർ തിരുദൂതരിൽ നിന്ന് ദീൻ പഠിച്ച് എങ്ങനെയാണ് അത് പ്രയോഗവൽക്കരിച്ചത്, മനസ്സിലാക്കിയത്, പിൽക്കാലക്കാരെ അറിയിച്ചത്, പഠിപ്പിച്ചത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ ചൊരിയുമാറാവട്ടെ. അള്ളാഹു ഈ മുഖങ്ങളിൽ അവനിൽ നിന്നുള്ള രക്ഷയും സമാധാനവും കനിയുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള അറിവും അള്ളാഹുവിൽ നിന്നുള്ള അലിവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ ഈ ദീനിൽ അള്ളാഹു അറിവ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.